ഖാൻ ബാബ, എന്താ അങ്ങ് ഖാൻ ജമാലിനെ അയാളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പുറത്താക്കുകയുണ്ടായോ? സംശയം വേണ്ട. അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടത് ഇദ്ദേഹമല്ല. അതിനുള്ള അവകാശം അങ്ങയ്ക്ക് മാത്രമാണ്. ഇദ്ദേഹത്തിന് അത് ചെയ്യാൻ യാതൊരു അധികാരവുമില്ല. നന്നായി ചെവികൾ കൂർപ്പിച്ച് കേട്ടോളൂ നീ. ഖാൻ ബാബയ്ക്കെതിരായി തിരിയാൻ മാത്രം ജലാൽ അത്രയും തരം താഴ്ന്നു പോയിട്ടില്ല. നീ ചെയ്ത തെറ്റിന്റെ ശിക്ഷയായിട്ട് നിന്റെ ജീവൻ എടുക്കുകയായിരുന്നു വേണ്ടത്. കാരണം ഞങ്ങളുടെ കണ്ണുകൾ എപ്പോഴും നിന്നിലുണ്ടായിരുന്നു. അതിനാലാണ് ഇന്നൊരു ശരിയായ ശിക്ഷ നൽകിയത്. അഥവാ നമ്മുടെ ഖാൻ ബാബ നിന്നെ പുറത്താക്കിയെങ്കിൽ നീ അപ്പോൾ തന്നെ പോകേണ്ടതായിരുന്നു. നമ്മുടെ അടുത്ത് പരാതിയുമായി വന്നത് നിന്റെ മാത്രം വിഡ്ഢിത്തമാണ്. കടന്നു പോകും പുറത്ത്. അസ്സലാമു അലൈക്കും. ഒരു പ്രധാന വിവരമുണ്ട്. അമീറിലുള്ള നമ്മുടെ ദൂതന്മാരിൽ നിന്നുമാണ് അത് ലഭിച്ചിരിക്കുന്നത്. അമീറിൽ രജപുത്രന്മാരുടെ സമ്മേളനം നടക്കുകയാണ്. അമീറിലെ രാജാവ് മകൻ ഭഗവാൻ ദാസിനെ അവിടുത്തെ രാജാവായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അക്കാരണത്താൽ അദ്ദേഹത്തിന്റെ മരുമകൻ സുജാമൽ നാടുവിട്ടിരിക്കുകയാണ്. അമീറിൽ ഇപ്പോൾ ഗണഗോർ ഉത്സവം നടക്കുന്നു. ഖാൻ ബാബ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നു. അതുപോലെ എന്റെ ഉടവാളിന്റെ മൂർച്ചയും കൂടിയിരിക്കുന്നു. തെറ്റാണെങ്കിൽ ക്ഷമിച്ചാലും ഷഹൻഷാ, അങ്ങ് ഇക്കാര്യം ഇത്രയും നിസ്സാരമായി കാണരുത്. അത് അപകടമാണ്. ഷറഫുദ്ദീൻ പറഞ്ഞത് വളരെ ശരിയാണ്. അവിടെ അങ്ങനെ പലതും നടക്കുന്നുണ്ട്. രജപുത്രർ അവരുടെ ബന്ധങ്ങൾ ദൃഢമാക്കുകയാണ്. അത് മാത്രമല്ല, അതിനൊപ്പം അദ്ദേഹം പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിലൂടെ പുതിയ ബന്ധങ്ങളും സ്ഥാപിക്കുകയാണ്. പക്ഷേ ഷഹൻഷാ, അഥവാ ആ രജപുത്രന്മാരെല്ലാം തന്നെ ഒത്തുചേർന്നു കഴിഞ്ഞാൽ അമീറിലെ രാജാക്കന്മാരെല്ലാം അത്യധികം ശക്തിശാലികളാകും. എപ്പോൾ ജലാൽ സ്വന്തം ഉടവാൾ ഉപയോഗിക്കുന്നു, അപ്പോൾ പാറക്കൂട്ടങ്ങൾ പോലും വഴിമാറും. ഇനി ഒരു വഴിയാണുള്ളത്, യുദ്ധം. അങ്ങ് പറഞ്ഞതൊക്കെ വളരെ ശരി തന്നെയാണ്. പക്ഷെ ഇപ്പോൾ നമുക്കതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ സാധിക്കുന്നതല്ല. ശരിയായ സമയത്തിനായി കാത്തിരുന്നേ മതിയാവൂ. ഈ ഉത്തരവാദിത്വം അങ്ങ് എന്നിൽ അർപ്പിച്ചാലും ഇപ്പോൾ നമുക്ക് ജോധ്പൂരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഒരുപാട് കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അങ്ങ് സ്വയം സൂക്ഷിക്കുക. ഖുദാ ഹാഫിസ്. ഖുദാ ഹാഫിസ്. ഇപ്പോൾ ഞാൻ എന്റെ പൂജ അവസാനിപ്പിച്ചതേ ഉള്ളൂ മാതാശ്രീ. അപ്പോഴാണ് ഇവിടേക്ക് വിളിച്ചത്. പറയൂ, എന്തിനാണ് എന്നെ വിളിച്ചത്? നാം ഒരു ശുഭവാർത്ത കേട്ടു. ഇന്ന് നിന്റെ അച്ഛന്റെ അമ്മയുടെ സന്തോഷത്തിന് അതിരില്ല ജ്യോത. സന്തോഷം ഉണ്ടായപ്പോ ഉടനെ വിളിപ്പിച്ചു. നിങ്ങൾ രണ്ടുപേരുടെയും സന്തോഷം കാണുമ്പോ എനിക്ക് സന്തോഷം തോന്നുന്നു. പക്ഷെ അതിന്റെ കാരണം കൂടി പറഞ്ഞാലും. നീ തന്നെ. നാമോ? അതെ ജ്യോത, നിന്റെ അച്ഛൻ നിനക്കായി ഒരു വരനെ കണ്ടെത്തിയിരിക്കുന്നു. ശരിക്കും അങ്ങനെ ഒരാളെ, നീ ആഗ്രഹിച്ചതുപോലുള്ള, ഞങ്ങളെക്കാൾ അധികം നിന്നെ സ്നേഹിക്കുന്ന ഒരാൾ. വീരനാണ്, യോദ്ധാവാണ്. മുഴുവൻ രജപുത്രരും അദ്ദേഹത്തിന്റെ പേര് വളരെ ബഹുമാനപരിസരമാണ് പറയാറ്. അങ്ങനെ ഒരു രാജാവ് മുഗളന്മാരെ സധൈര്യം നേരിടുന്ന, അവരെ പരാജയപ്പെടുത്താൻ കഴിയുന്ന. ഏറ്റവും പ്രധാന കാര്യം പറയട്ടെ, നിന്റെ അച്ഛൻ അതേക്കുറിച്ച് ചിന്തിച്ചതേ ഉള്ളൂ. ഞങ്ങൾ ആലോചിക്കും മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ആലോചന വന്നു. ഞങ്ങൾക്ക് എതിർക്കാനും സാധിച്ചില്ല. അപ്പോൾ പറയൂ, നാം നമ്മുടെ മൈലാഞ്ചിയിൽ ആരുടെ പേരാണ് എഴുതേണ്ടത്? രാജാ ചന്ദ്രബാൻ സിംഗിന്റെ മകൻ സൂര്യബാൻ സിംഗ്. ഏത് രാജകുമാരനാണോ ചേച്ചിക്ക് ഈ മാല തന്നത്, സുകന്യ ചേച്ചിക്ക് അദ്ദേഹത്തെയാണ് ഇഷ്ടമായത്. അദ്ദേഹത്തിന്റെ പേര് നീ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ, രാജാ സൂര്യബാൻ സിംഗ്.
സുകന്യ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. സുകന്യ, സുകന്യ, നീ വിഷമിക്കാതിരിക്കൂ. നാമല്ലേ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അപ്പോൾ നാം അത് പാലിക്കും. നാം അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കും. അല്ല, നീ എന്തായി ചെയ്യുന്നത്? നാം നിന്നെ ഓർത്ത് വിഷമിക്കുന്നു, എന്നിട്ട് നീ ചിരിക്കുന്നോ? ഇനിയും എന്തൊക്കെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ പോകുന്നത്? നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഇത് തന്നെ, അധികാരം തട്ടിയെടുത്ത് സ്നേഹം നൽകാൻ നിന്നിൽ നിന്നാ പഠിക്കേണ്ടത് ജോധ. കണ്ടില്ലേ, ദാസിയുടെ അധികാരം പോലും നീ തട്ടിയെടുത്തില്ലേ? ഇവ നിനക്ക് ഓർമ്മയുണ്ടോ? ഇത് നിന്റെ വളകൾ. എന്റേതല്ല. എന്റേത് നിന്റേത് തമ്മിൽ എന്ത് വ്യത്യാസമാണ്? വ്യത്യാസമുണ്ട്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്ന വളകൾ നീ തട്ടിയെടുത്തിരുന്നു ജോധ. പക്ഷെ നാം അത് അറിഞ്ഞില്ലല്ലോ. അഥവാ അണിഞ്ഞിട്ട് തന്നിരുന്നെങ്കിൽ ഞാൻ ദാസിയെ മാറുമായിരുന്നില്ലേ? ഞാൻ അനുജത്തിയല്ലേ? അതുകൊണ്ട് എന്നോട് ദയ കാണിച്ചതാണ്. ദയയും സ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ട് സുകന്യ. ദയ മറ്റുള്ളവരോടാണ് നമ്മൾ കാണിക്കുന്നത്, പക്ഷെ സ്നേഹമോ? നീ സ്വന്തമായി കണ്ടാൽ എല്ലാം വളരെ എളുപ്പത്തിൽ തട്ടിയെടുക്കാൻ സാധിക്കും. അത് വളകളായാലും പിന്നെ സിന്ദൂരമായാലും. സുകന്യ, നീ ഇതെന്താ പറയുന്നത്? വീണ്ടും ഞാൻ ഇളയതായതിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മേ. എന്ത് ശിക്ഷ? രാജാ സൂര്യബാൻ സിംഗിനെ സ്നേഹിച്ചത് ഞാനാണ് ജോധ. എന്നിട്ട് വിവാഹം നടക്കുന്നത് ജോധയുമായിട്ട്. സുകന്യ, പ്രശ്നം നിന്റെയോ അവളുടെയോ ഇഷ്ടത്തിന്റേതല്ല ജോധ. പ്രശ്നം രാജാവ് സൂര്യഭാനുവിന്റേതാണ്. അദ്ദേഹം ഇഷ്ടപ്പെട്ടത് നിന്നെയാണ്. അപ്പോൾ വിവാഹം നീയുമായി നടക്കൂ. അങ്ങേ ഔഷധം സേവിച്ചാലും മച്ചാ. ഔഷധത്തിന്റെ ഒന്നും ആവശ്യമില്ല മകനെ. എല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. ഏതു ബന്ധമാണോ നാം ആഗ്രഹിച്ചത്, ആ ബന്ധം തന്നെ അദ്ദേഹം നമ്മോട് ആവശ്യപ്പെട്ടു. രാജാ സൂര്യഭാൻ സിംഗ് നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ പകുതി രജപുത്രർ നമ്മളോടൊപ്പം ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. ഗണഗോർ ഉത്സവത്തിന് ശേഷം നാം ഇക്കാര്യം എല്ലാവരെയും അറിയിക്കും. ശേഷം ജോധയുടെ വിവാഹത്തിന് ശേഷം നാം മുഗളന്മാർക്ക് കാണിച്ചു കൊടുക്കും രജപുത്രർക്കും ശിരസ് ഛേദിക്കാൻ സാധിക്കുമെന്ന്. തലകുനിക്കാൻ മാത്രമല്ലെന്ന്. അങ്ങയുടെ ശത്രുക്കളുടെ ശിരസ് ഭേദിക്കപ്പെടും അച്ഛാ. ഇത് കുടിക്കുന്നേ. വിജയം ആഘോഷിക്കുന്നതിന് ശരീരവും ഒപ്പം ഉണ്ടാകേണ്ടതാണ്. അമീറിന്റെ ഭാഗ്യം. സ്വയം ഔഷധം തരുമ്പോൾ എങ്ങനെയാണ് വേണ്ടെന്ന് പറയുക? കുടിക്കൂ. കണ്ടില്ലേ, ആൺമക്കളെക്കാൾ പെൺമക്കളുടെ സ്ഥാനം എത്ര വലുതാണെന്ന്. കാരണം പെൺമക്കൾ സ്വന്തം വീട്ടിലെ അതിഥികളല്ലേ. എന്നാൽ ആൺമക്കൾ ജീവിതകാലം മുഴുവൻ അവർ ഒപ്പം തന്നെ ഉണ്ടാകുമല്ലോ. പിതാശ്രീ, നമുക്ക് പിതാശ്രീയോട് തനിച്ചൽപ്പം സംസാരിക്കണം. പറയൂ മകളെ, എന്താണ് കാര്യം? നമുക്ക് ഘോഷയാത്രയെ പറ്റി കുറച്ച് സംസാരിക്കാനുണ്ട്. ഘോഷയാത്രയോ? രാജാവ് സൂര്യഭാനന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന. ഉറപ്പായും ഉണ്ടാവും. സ്വർണം പതിച്ച മഞ്ചൽ, അതും സ്വർണം കൊണ്ടുണ്ടാക്കിയത്. അത് അത്രയും സുന്ദരമായിരിക്കും. ഈ മുഴുവൻ രജപുത്രർക്കിടയിലും അത്രയും സുന്ദരമായ ഒന്നും ഉണ്ടായേ കാണില്ല. പക്ഷെ അതിൽ
സുകന്യയായിരിക്കും ഇരിക്കുക. അവൾ രാജാവ് സൂര്യഭാനുവിനെ സ്നേഹിക്കുന്നുണ്ട് പിതാശ്രീ. നീ ഒരു മകളെപ്പോലെ എനിക്ക് ഔഷധം നൽകി. ഞാനൊരു അച്ഛനെ പോലെ അത് കഴിച്ചു. എന്നാൽ അഥവാ നീ രാജകുമാരിയെ പോലെ സംസാരിച്ചാൽ എനിക്ക് രാജാവിനെ പോലെ ഉത്തരവ് നൽകേണ്ടി വരും. പക്ഷെ ഈ കാര്യം അച്ഛന്റെ മക്കൾക്ക് വേണ്ടിയാണ്. നാം നിന്റെ പിതാവാണ്. അതോടൊപ്പം രാജാവും ഒരച്ഛന്റെ ഉത്തരവാദിത്വമാണ് സ്വന്തം മകളോട് അവളുടെ ഇഷ്ടം ചോദിക്കുക. എന്നാൽ ഒരു രാജാവിന്റെ ഉത്തരവാദിത്വമാണ് സ്വന്തം രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നത്. പക്ഷെ എന്റെ ഉത്തരവാദിത്തം സ്വന്തം അനുജത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ്. മൂത്ത മകൾ ഉള്ളപ്പോഴാണ് ഇളയ മകളുടെ വിവാഹം. അത് രജപുത്രരുടെ സംസ്കാരമല്ല ജോധ. പിന്നെ മറ്റൊരു കാര്യം, സൂര്യഭാൻ സിംഗിന് ഇഷ്ടപ്പെട്ടത് നിന്നെയാണ്, സുകന്യയെ അല്ല. പക്ഷെ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നാം അദ്ദേഹത്തെ എങ്ങനെ വിവാഹം കഴിക്കും? നാം സുകന്യയുടെ ഇഷ്ടത്തെ എങ്ങനെ തട്ടിയെടുക്കും പിതാശ്രീ? നാം നിനക്ക് തന്ന സ്വാതന്ത്ര്യം നിനക്ക് തന്നിഷ്ടം കാണിക്കാനുള്ള അധികാരമായി കാണരുത് ജോധ. നാം നിനക്ക് തന്ന അത്രയും സ്വാതന്ത്ര്യം ഇന്നേ വരെ രജപുത്ര വംശത്തിലെ ഒരു പെൺകുട്ടിക്കും കിട്ടിയിട്ടില്ലാത്തതാണ്. നാം ആഗ്രഹിക്കുന്നത് ഇതാണ്: നിന്റെ വിവാഹം രാജാ സൂര്യഭാൻ സിംഗുമായി നടത്തണമെന്ന്. നമുക്ക് നമ്മുടെ മകളെ മാത്രമല്ല, അമീറിലെ മുഴുവൻ പെൺകുട്ടികളെയും സംരക്ഷിക്കണം. ഇന്നാദ്യമായി ഒരു രാജകുമാരി ആയതിൽ നാം വേദനിക്കുന്നു പിതാശ്രീ. ഇതിലും നല്ലത് നാം അമീറിലെ ഒരു സാധാരണ പെൺകുട്ടി ആകുന്നതായിരുന്നു. അവളെക്കുറിച്ച് അവളുടെ അച്ഛനും ചിന്തിക്കും, പിന്നെ രാജാവും. അബ്ദുൾ, തയ്യാറാണ് പ്രഭു. പക്ഷെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അമീറിന്റെ ഹൃദയത്തിൽ കാലുകുത്താൻ, രജപുത്രരുടെ തലപ്പാവ് സ്വന്തമാക്കാൻ. എന്താ, ആമീറിലേക്കോ? പക്ഷേ കേട്ടിട്ടുണ്ട് രജപുത്രർ അവരുടെ പെൺമക്കളുടെ സൗന്ദര്യം തലപ്പാവിലാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന്. പക്ഷെ ഖാൻ ബാബ താക്കീത് നൽകിയതല്ലേ, യുദ്ധത്തിനു മുമ്പ് ആമീറിലേക്ക് പോകുന്നത് ആപത്ത് തന്നെയാണെന്ന്. ആരെങ്കിലും ഷഹൻഷായെ തിരിച്ചറിഞ്ഞാലോ? സഹീർ, ആജ്ഞാപിച്ചാലും. നമ്മുടെ യാത്രയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. പക്ഷേ ഷഹൻഷാ, ഖാൻ ബാബ ഇല്ലാത്ത സമയത്ത് അങ്ങ് അദ്ദേഹത്തോട് ഈ യാത്രയെക്കുറിച്ച് എന്താണ് പറയുക? അദ്ദേഹത്തോട് നാം വേട്ടയ്ക്ക് പോയെന്ന് പറഞ്ഞാൽ മതി. സഹീർ, കൽപ്പിച്ചാലും ഷഹൻഷാ. സർപ്പമായിരുന്നു ഷഹൻഷാ, അങ്ങേ കൊത്താൻ വരികയായിരുന്നു. എനിക്ക് നിന്റെ ആത്മാർത്ഥതയിലും കാര്യപ്രാപ്തിയിലും എപ്പോഴും വിശ്വാസമാണ്, മറ്റാരെക്കാളും കൂടുതൽ. അങ്ങേ അനുസരിക്കേണ്ടത് എന്റെ കടമയാണ് ഷഹൻഷാ. എനിക്കറിയാം നിന്റെ ആത്മാർത്ഥത. നീ നിന്റെ ഷഹൻഷായിൽ വിശ്വാസം അർപ്പിക്കൂ. ഖാൻ ബാബ തിരിച്ചു വരും മുമ്പ് ഞാൻ ഉറപ്പായും തിരികെ വന്നിരിക്കും. ശരി ഷഹൻഷാ. അതെ, അമീർ എന്നെ വിളിക്കുകയായിരുന്നു. നമുക്കറിയില്ല അത് എന്തായിരുന്നുവെന്ന്. എന്നെ അമീറിലേക്ക് ആകർഷിച്ചുകൊണ്ടിരുന്നത്. ദീപത്തിന്റെ പ്രകാശം നമ്മുടെ മനസ്സിലെ ഇരുട്ടില്ലാതാക്കുന്നു. വഴി വളരെ ദൂരമുള്ളതായിരുന്നു. എന്നാൽ ഹൃദയത്തിന്റെ ആഗ്രഹം രാത്രിയും പകലിനെയും പോലും ഒന്നുമല്ലാതാക്കുന്നു. ഒരു വശത്ത് അമ്മയും അച്ഛനും എല്ലാവരുടെയും നന്മകൾക്കായി തീരുമാനമെടുത്തു. എന്നാൽ മറുവശത്ത് സുകന്യ നമ്മോട് ഹൃദയം കൊണ്ടകുന്നു.
പക്ഷെ അച്ഛന്റെ വാക്കുകളിൽ ഞാൻ നിസ്സഹായായിരുന്നു. നമുക്ക് ശത്രുക്കളോടും പേടി തോന്നിയില്ല, കാലാവസ്ഥയുടെ കാഠിന്യവും ബാധിച്ചില്ല. മനസ്സിൽ ഒരേ ഒരു മോഹമേ ഉണ്ടായുള്ളൂ, അമീറിന്റെ മണ്ണിൽ കാലുകുത്തണമെന്ന്, അവിടുത്തെ അനുഭൂതി അനുഭവിച്ചറിയാൻ, ആ മണ്ണ് സ്വന്തമാക്കാൻ. രജപുത്രരുടെ ഭൂമിയിൽ നമ്മുടെ കാലുകുത്തുമ്പോൾ വിശ്വസിക്കൂ, രജപുത്രരുടെ സംസ്കാരം നമ്മുടെ സംസ്കാരവുമായി ചേരുകയായിരുന്നു. ഒരു വശത്ത് ഉത്സവം നടക്കുകയായിരുന്നു, നിറങ്ങൾ കൊണ്ട് അമീറിൽ ആഘോഷം. പക്ഷെ എല്ലാവർക്കുമിടയിൽ നാം പരിഭ്രാന്തയായിരുന്നു. പക്ഷെ നമ്മുടെ ശക്തി നമ്മുടെ കണ്ണനായിരുന്നു. നമുക്ക് വിശ്വാസമായിരുന്നു അദ്ദേഹം എന്തെങ്കിലും ഒരു വഴി ഉറപ്പായും കാണിച്ചു തരുമെന്ന്. അമീറിനെ ആദ്യമായി നാം കാണുകയായിരുന്നു. ഒപ്പം ആ രാജകുമാരിയെയും അറിയാൻ സാധിച്ചു. അന്ന് ഉത്സവത്തിന്റെ അവസാന ദിവസമായിരുന്നു. നാം അമീറിൽ കാലുകുത്തിയിട്ട് ആദ്യത്തെ ദിനവും. നമുക്ക് തോന്നുന്നു ഉത്സവം അതിന്റെ പര്യവസാനത്തിലാണെന്ന്. എന്താ ചെയ്യുക ഷഹൻഷാ? രജപുത്രരുടെ ഭൂമി, നിനക്ക് ജലാലിന്റെ സലാം. ഈ ജലാൽ നിന്നെ സ്വന്തമാക്കാനായി ആഗ്രഹിക്കുന്നു. വിചാരിച്ചതിലും എത്രയോ അധികം സുന്ദരമാണ് ഈ അമീർ. അത് പട്ടണമാണെന്ന് തോന്നുന്നു. എങ്കിൽ ശരി, നാം ആ പട്ടണത്തിലേക്ക് ഒറ്റയ്ക്ക് തന്നെ പോകും. നീ ഇവിടെ നിൽക്ക്, എന്റെ ഉടവാളിനോടൊപ്പം. എന്താ ചെയ്യുന്നത്? ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുകയുള്ളോ അതോ എന്തെങ്കിലും വാങ്ങുകയും ചെയ്യുമോ? എന്റെ കയ്യിൽ ഇവിടെ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ആയുധങ്ങളുണ്ട്. അതിന് വളരെയധികം മൂർച്ചയും ഉണ്ട്. ആരുടെയെങ്കിലും മേൽ തൊട്ടാൽ തന്നെ മുറിഞ്ഞു പോകുന്നതാണ്. കടാര എന്ന് പറയുന്നത് ഇതിനെയാണ്. നിന്നെപ്പോലുള്ള കച്ചവടക്കാരും ഇതുപോലുള്ള കടാര കണ്ടിട്ടുണ്ടാവില്ല. ഇത്രയും നല്ല കടാരയ്ക്ക് അത് അരിഞ്ഞു വീഴ്ത്താൻ സാധിച്ചില്ലേ? സമ്മതിച്ചിരിക്കുന്നു നിങ്ങളെ. അല്ല, നിങ്ങളുടെ പേരെന്താണ്? അഥവാ നാം പറഞ്ഞാലോ, ഈ നാം ഷഹൻഷാ ഇസ്സൽത്തനത്ത് ജലാലുദ്ദീൻ മുഹമ്മദ് ആണെന്ന്. അപ്പോഴോ? എന്നാൽ ഞാൻ പറയും ഞാൻ രാജാവ് പാർവലാണെന്ന്. അപ്പോഴേ ജലാലുദ്ദീൻ മുഹമ്മദ് ഒറ്റയ്ക്കാണോ? അതെന്താ?
ഒറ്റയ്ക്ക് വരാൻ കഴിയില്ലേ? രജപുത്രന്മാരുടെ സ്ഥലത്തേക്ക് കടക്കുകയും ഇത്ര എളുപ്പത്തിൽ ജലപാനം ചെയ്യുന്നതും അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. അതുപോലെ മുഗളന്മാരെ വകവരുത്തുന്നതും അത്ര എളുപ്പമൊന്നുമല്ല.